ചേട്ടാ, ഇന്നത്തെ മനോരമ ദിനപത്രത്തിൻ്റെ ഓൺലൈൻ എഡിഷനിൽ വന്നൊരു വാർത്ത, അത് ഞാനത് വായിക്കാം. നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രസക്തമായൊരു വാർത്തയാണ്. തൃശ്ശൂർ ആധാർ കാർഡ് തിരുത്തി പ്രായം കൂട്ടിക്കാണിച്ച് ബാലവേലയ്ക്കെത്തിച്ച 11 പെൺകുട്ടികളെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ രക്ഷപ്പെടുത്തി. ഛത്തീസ്ഗഡ്, ഒഡീഷ സംസ്ഥാനങ്ങളിൽ നിന്ന് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിച്ച 18 പെൺകുട്ടികളിൽ പ്രായപൂർത്തിയാകാത്ത 11 പേരെയാണ് രക്ഷിച്ചത്. അടുത്തത് ശ്രദ്ധിക്കണം. കോട്ടയം, തൃശ്ശൂർ ജില്ലകളിലെ ചില മഠങ്ങളിൽ ജോലിക്കായാണ് ഇവരെ എത്തിച്ചത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ആധാർ തിരുത്തി കൊണ്ടുവന്നത്. ബാക്കി ഇവരെ കൂട്ടിക്കൊണ്ടുപോകാൻ തൃശ്ശൂർ സ്റ്റേഷനിൽ മഠം ഭാരവാഹികൾ എത്തിയിരുന്നെങ്കിലും പോലീസ് മടക്കി അയച്ചു. പെൺകുട്ടികളെ എത്തിച്ച ഏജന്റ് ഒഡീഷ സ്വദേശി നാഗേന്ദ്രനെ കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്കെതിരെ ബാലവേലയ്ക്ക് പ്രേരിപ്പിച്ചതിന് കേസെടുക്കുന്ന കാര്യം പരിഗണനയിലാണ്. ഇത് തന്നെയല്ലേ ഛത്തീസ്ഗഡിൽ നടന്നത്? അവിടെ മഠത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നവരെ കൂടെ പ്രതിയാക്കി. ഇവിടെ മഠത്തിലുള്ളവരെ അയ്യോ ഇങ്ങോട്ട് വരില്ലേ എന്ന് പറഞ്ഞ് സുരക്ഷിതമായി കേരള പോലീസ് പറഞ്ഞയച്ചു. അപ്പോൾ ഇവിടെ കേസെടുത്താൽ വാർത്ത പോലുമല്ല. മനോരമ ഇത് പ്രിൻറ്റിൽ പത്രത്തിൽ കൊടുത്തിട്ടുമില്ല, ഓൺലൈനിലുണ്ട്. കൊടുത്തു എന്ന് വരികയും വേണം. അതേസമയം ആരും വായിക്കരുത്. ഓൺലൈൻ സാധാരണ ആരും കയറി വായിക്കാറില്ല. സുനിലിപ്പോൾ ഈ ചെവിയും കണ്ണും തുറന്നിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നാട്ടുകാരങ്ങനെയൊന്നുമല്ല. ഓൺലൈനൊക്കെ ആയതുകൊണ്ടിരുന്നു പത്രം എടുത്തിട്ടൊരു നോട്ടം നോക്കും. അപ്പോൾ മൊത്തം ഇങ്ങനെ ഛത്തീസ്ഗഡ് മുഴുവൻ ഇടിഞ്ഞു വീണ വാർത്തകളാണ്. ഇത് ഇവരിപ്പോഴൊന്നുമല്ല. കുറച്ചു കാലം മുമ്പ് കോഴിക്കോട്, എനിക്ക് തോന്നുന്നു മുക്കത്തെയാണെന്ന് തോന്നുന്നു, ഒരു അനാഥാലയത്തിലേക്ക് 10-42 പിള്ളേരെ കൊണ്ടുവന്നിരുന്നു. അത് മുസ്ലിം ഗ്രൂപ്പാണ്. അത് കൊണ്ടുവന്ന് കുട്ടിക്കടത്ത് എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് അന്ന് വലിയ കേസും മുക്കാറും ഒക്കെ ആയതാണ്. അത് പിന്നെ ഇതിലേ പോയി എന്നറിഞ്ഞുകൂടാ, ഒതുക്കി കാണും. ഈ സംഭവിക്കുന്നത് ഒന്ന്, ജോലി ചെയ്യാൻ കേരളത്തിൽ ഫിസിക്കൽ ജോലി ചെയ്യാൻ ആളില്ല. ബംഗാളികളാണ് ചെയ്യുന്നത്. ഈ ബംഗാളികളെ ഈ പെരുമ്പാവൂർ അവിടെ ഇവിടെ ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ബംഗാളികൾ നമ്മൾ പറയുന്നതൊക്കെ എവിടെ നിന്നാണെന്ന് ആർക്കും അറിയില്ല. ഇവരെ സപ്ലൈ ചെയ്യുന്നത് ഏജൻറ്റുമാരാണ്, മാൻ പവർ സപ്ലൈ. ഈ മാൻ പവർ സപ്ലൈയുടെ കൂട്ടത്തിൽ കുട്ടികളെയും കൂടെ പിടിച്ചുകൊണ്ട് വരും. പ്രായപൂർത്തിയായവർ വേറെ വല്ല പണിക്കൊക്കെ പോകുക, അവർ കേരളത്തിൽ വരാൻ തയ്യാറില്ല. അപ്പോൾ പിന്നെ പിള്ളേരെ പിടിച്ചുകൊണ്ട് വരിക. അതിനെന്തെങ്കിലും അവർക്ക് 10-15,000 രൂപയ്ക്ക് ഒരുമിച്ച് കൊടുത്തു കഴിയുമ്പോൾ ശരി കൊണ്ടുപോക്കോ, ഞങ്ങൾ 6 മാസത്തിലൊരിക്കൽ ഇവിടെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് ഏജൻറ്റുമാരാണ് ഇവരെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇവർ ഏജൻറ്റുമാരെ കോണ്ടാക്റ്റ് ചെയ്യും. ഞങ്ങൾക്കൊരു 10 പിള്ളേരെ വേണം, ആശ്രമത്തിൽ തൂക്കാനും തുടയ്ക്കാനും പിടിക്കാനും, പിന്നെ വയസ്സ് ചെയ്യുന്ന അമ്മച്ചിയുണ്ട്, അവരൊന്നും നോക്കണം. ഇതിനൊക്കെ ആയിട്ട് വലുതൊന്നും വേണ്ട കേട്ടോ. കാരണം ഈ ഒരു 18 വയസ്സിനപ്പുറമുള്ള പെൺകുട്ടി വേറെ എന്തെങ്കിലും അവിവേകം കാണിച്ചു കഴിഞ്ഞാൽ അതിന് സമാധാനം പറയേണ്ടി വരും. ഇതകത്ത് കെട്ടി തൂങ്ങിച്ചാകുകയോ അല്ലെങ്കിൽ വല്ലവൻ്റെയും കൂടെ പോയിട്ട് ഗർഭിണിയാകുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. കൊച്ചു പിള്ളേരാകുമ്പോൾ ആ പ്രശ്നമില്ല. മാനേജ് ചെയ്യാൻ എളുപ്പമാണ്, വഴക്ക് പറയാൻ എളുപ്പമാണ്. പിന്നെ ഈ പറയുന്ന പോലെ വലിയ ഭാരിച്ച ജോലിയും അവരെ കൊണ്ട് ചെയ്യിക്കില്ല. ചെയ്യാവുന്ന ജോലിയൊക്കെ ചെയ്യിക്കുകയുള്ളൂ. എന്നാലും ബാലവേലയാണ്. അതിന് പ്രതിഫലം സഹിക്കണം. അതുകൊണ്ടാണ് ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത് വളരെ പഴയ വകുപ്പൊന്നുമല്ല, പിന്നീട് എഴുതി ചേർത്ത വകുപ്പ്. പണ്ടിതില്ല. 1860 IPC സായിപ്പ് എഴുതി ഉണ്ടാക്കുന്ന കാലത്ത് ഈ ബാലവേല എന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാടോ ഹ്യൂമൻ ട്രാഫിക്കിങ്ങോ അങ്ങനെയൊന്നുമില്ല. ആ ഒരു ഒഫൻസ് സമൂഹത്തിൽ നിലവിലില്ല. ആ ഒഫൻസ് വന്നു കഴിഞ്ഞപ്പോൾ അതിന് പണിഷ്മെൻറ്റുമായി. ഇങ്ങനെയാണ് ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് വരുന്നത്. അപ്പം ഇതിന് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നാണ് വിളിക്കുന്നത്. ആളിനെ കടത്തിക്കൊണ്ടുവരിക. അത് ജോലിക്കാവാം, വ്യഭിചാരത്തിനാവാം, മതം മാറ്റാനാവാം, എന്തിനുമാകാം. അല്ല, എൻ്റെ ഒരു സംശയം, ഈ ചേട്ടൻ അഭിഭാഷകൻ കൂടിയാണല്ലോ. ഇപ്പം ഈ മനോരമയുടെ വാർത്ത തന്നെ പറയുന്നു, നാഗേന്ദ്രൻ ഒഡീഷയിൽ നിന്ന് കൊണ്ടുവന്നു, 11 കുട്ടികളുണ്ട്, ഇവർ പ്രായപൂർത്തിയാകാത്തവരായതുകൊണ്ട് ആധാറിൽ തിരുത്തി. പോലീസ് പറഞ്ഞത് മനോരമ പറയുകയാണ്. അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ മഠത്തിലെ ആളുകൾ വന്നു, അവരെ പോലീസ് പറഞ്ഞു വിട്ടു. സത്യത്തിൽ മഠത്തിലെ ആളുകൾ പ്രതികളാവേണ്ടവരല്ലേ? ആവേണ്ടതാണ്. അവർ ഡീലിംഗ് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൽ ഈ സെൻഡിങ് എൻഡും റിസീവിങ് എൻഡും ഏജൻറ്റും ഉണ്ട്. അയക്കുന്ന ആൾ ഏജൻറ്റിന് വേറെ കുറച്ച് പേരാണല്ലോ കൊടുക്കുന്നത്. അവിടുത്തെ അച്ഛനമ്മമാരോ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏജൻറ്റ് മെയിൻ ഏജൻറ്റിൻ്റെ സബ് ഏജൻ്റായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഈ കണ്ണിയുടെ ഇങ്ങേയറ്റത്താര ഈ പറഞ്ഞ സഭയാണ്. ഈ മൊത്തം ആ കണ്ണികളെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ളവരെ അറസ്റ്റ് ചെയ്യണ്ടേ? അത് ചെയ്യേണ്ടത് തന്നെയാണ്. അല്ലാതെ ചേട്ടൻ പൊക്കോ പ്രശ്നമാണ് കേട്ടോ
എന്ന് പറഞ്ഞിട്ട് ചേട്ടനെ അവിടെ നിന്ന് അത് നിയമവിരുദ്ധമല്ലേ? നിയമവിരുദ്ധമാണ്. അപ്പോൾ നിയമം പാലിച്ചു ഛത്തീസ്ഗഡ് പോലീസ്, കൊണ്ടുപോകാൻ വന്നവരെ കൂടെ അറസ്റ്റ് ചെയ്തു. അതുകൊണ്ട് നിയമം പാലിച്ച ഛത്തീസ്ഗഡ് പോലീസ് അല്ലെങ്കിൽ റെയിൽവേ പോലീസ് കുറ്റക്കാരായി. ഞാൻ ഈ മിനിഞ്ഞാന്ന് മുതൽ നമ്മൾ ചോദിക്കുന്നതാണ് FIRൻ്റെ കോപ്പി. ഇന്ന് വരെ ഒരു മീഡിയയും കാണിച്ചിട്ടില്ല. FIRൻ്റെ കോപ്പിയില്ല, റിമാൻഡ് റിപ്പോർട്ടിൻ്റെ കോപ്പിയില്ല, ജാമ്യാപേക്ഷ തള്ളിയതിൻ്റെ കോപ്പിയില്ല. ഞാൻ ദുർഗ് ഈ ആൾക്കാർ വിചാരിക്കുന്ന പോലെ ബാലികറമല എന്ന് വലിയൊരു ടൗണാണ് ദുർഗ്. ഒരുപാട് പേര് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ, ദുർഗ് റെയിൽവേ സ്റ്റേഷൻ ഭീമാകാരമായ റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ ഇല്ലാത്ത കോടതിയില്ല. സെഷൻസ് കോടതിയും അഡീഷണൽ സെഷൻ കോടതിയുമായിട്ട് 10-18 ഉണ്ട്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റും വേറെ മജിസ്ട്രേറ്റും ഉണ്ട്, സിവിൽ ജഡ്ജിമാർ വേറെയുണ്ട്. ഞാൻ കുറേയൊക്കെ കയറി നോക്കി. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റും 3 പേരോ മറ്റോ ഉണ്ട്. 3 പേരുടെയും ഓർഡേഴ്സ് എടുത്ത് നോക്കി, ഇല്ല. ഒരു പക്ഷേ അപ്ലോഡ് ചെയ്യാത്തതായിരിക്കാം. എന്തുമായി ഇവർ എല്ലാവരും കൂടെ ദുർഗിലേക്ക് വെച്ച് പിടിച്ചതാണല്ലോ, ജയിലിലോട് ഇവിടെയൊക്കെ പോയതാണല്ലോ. ഈ കോടതി ഡോക്യുമെൻറ്റ്സ് ഇവരൊന്ന് TV-യിൽ കാണിക്കാത്തത് എന്താ? ഈ കന്യാസ്ത്രീകൾക്കെതിരെ ഞാൻ അന്വേഷിച്ചിടത്തോളം 2-3 വകുപ്പ് ചേർത്തിട്ടുണ്ട്. അതിലൊന്ന് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, വേറൊന്ന് മതപരിവർത്തനം, മൂന്നാമത്തത് ഇമ്മോറൽ ട്രാഫിക്. ഇമ്മോറൽ ട്രാഫിക്കിൽ 2 വകുപ്പ് എടുത്തിട്ടുണ്ട്. ഒന്ന് റണ്ണിങ് എ ബ്രോതൽ, വേശ്യാലയം നടത്തുക. കന്യാസ്ത്രീകളോ? അവരുടെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്നത് ഇതാണ്. ഇമ്മോറൽ ട്രാഫിക് ആക്ട് 1956-ൻ്റെ സെക്ഷൻ 3 റണ്ണിങ് എ ബ്രോതൽ, വേശ്യാലയം നടത്തുക. സെക്ഷൻ 4 വേശ്യാവൃത്തിക്ക് പ്രേരിപ്പിക്കുക, ഇൻഡ്യൂസിങ്. അപ്പോൾ 3 പ്രധാനപ്പെട്ട ആക്റ്റുകളാണ്. ഒന്ന് ഭാരതീയ ന്യായ സംഹിത, അതിലാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. രണ്ടാമത്തത് ഫ്രീഡം ഓഫ് റിലിജിയൻ ആക്ട് 1968, അത് വെച്ച് മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു. ഇത് രണ്ടും 10 കൊല്ലം വീതം തടവ് കിട്ടാവുന്നതാണ്. ഇമ്മോറൽ ട്രാഫിക് ആക്റ്റാണ് മൂന്നാമത്തത്. പക്ഷെ അത് ചാർത്ത് ചെയ്തിട്ട് കടന്നു കൈയായില്ലേ? കടന്നു കൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻപുട്ടിൻ്റെ ബേസിലാണ് ഇവർ കേസ് ചാർജ് ചെയ്യുന്നത്. അവർ കോടതിയിൽ ഇത് കൊടുക്കേണ്ട ഈ വകുപ്പിട്ടത് എന്തിനാടോ എന്ന് ചോദിച്ചാൽ അവരുടെ കയ്യിലൊരു സബ്സ്റ്റൻസ് ഉണ്ടാവും പറയാനായിട്ട്. ഉണ്ടാവുമായിരിക്കും. എന്നാലും കന്യാസ്ത്രീകളൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതാ പറഞ്ഞത്, ഈ നിയമത്തിന് മുമ്പിൽ കന്യാസ്ത്രീക്ക് പ്രത്യേകം സ്റ്റാറ്റസ് ഇല്ല. സത്യത്തിൽ ആ കുട്ടികൾക്ക് കൂടുതൽ സ്റ്റാറ്റസ് ഉണ്ട്, കാരണം അവർ ആദിവാസികളാണ്. കൂടുതൽ പരിഗണന ആദിവാസിക്കുണ്ട്. അത് പരിഗണന കൊടുക്കുമായിരിക്കും, പക്ഷെ നിയമത്തിൽ ആ സ്റ്റാറ്റസ് ഇല്ല. കുട്ടികളെ ഇപ്പോൾ അവിടെ ഒരു സഖി എന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ കുഴപ്പത്തിൽപ്പെട്ട കുട്ടികളെയൊക്കെ താമസിപ്പിക്കുന്ന ഹോസ്റ്റലുണ്ട്. അവിടെയാണ് താമസിപ്പിച്ചിരിക്കുന്നത് കുട്ടികളെ, 3 പേരെ. അവർ മൈനറാണെന്ന് പോലീസ് പറയുന്നു, മൈനറല്ല എന്ന് അവരുടെ അച്ഛനും അമ്മയും പറഞ്ഞു എന്നൊക്കെ ഇവർ പറയുന്നു. അവർ 6 വർഷം മുമ്പ് തന്നെ ക്രിസ്തുമതം സ്വീകരിച്ചവരാണെന്ന് പറയുന്നു. 6 വർഷം മുമ്പ് ക്രിസ്തുമതം സ്വീകരിച്ചു, പക്ഷേ അവർ ഹിന്ദുക്കളായി അറിയപ്പെട്ടു, ആനുകൂല്യം പറയുന്നുണ്ട്. ഒരു വൈദികൻ തന്നെ ഒന്ന് പറയുന്നുണ്ട്, മലയാളി വൈദികൻ പറയുന്നില്ല. അപ്പോൾ സകലമാന കള്ളത്തരവും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇമ്മോറൽ ട്രാഫിക് ഉണ്ട് എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രയിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. ആഗ്രയിൽ എവിടെയാണ് നിങ്ങൾ പോകുന്നത്? ഒരു സ്ഥലം പറഞ്ഞു, അവിടെ അന്വേഷിക്കുന്നു. അപ്പോൾ പോലീസിന് ഈ ഇൻപുട്ട് കിട്ടുന്നു. അതല്ലെങ്കിൽ ഇമ്മോറൽ ട്രാഫിക് ആക്ട് ചുമത്തുന്നത് എന്തിനാണ്? കേസിൻ്റെ ഒരു ബലത്തിന് വേണ്ടി ചെയ്തുകൂടെ? കൊലപാതകം എഴുതാമല്ലോ. കന്യാസ്ത്രീകൾ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ വിശ്വാസം അല്ലല്ലോ, കോടതിയിൽ തെളിവുകളല്ലേ നോക്കുന്നത്. ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ധാരാളം പേരുണ്ട്. അയാൾ അങ്ങനെയൊന്നും ചെയ്യില്ല, അയാൾ നല്ലവനാണെന്ന് പറഞ്ഞു. ഗോവിന്ദസ്വാമിയും നല്ലവനാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടാകും. The way he has shown his body, there will be big people appreciating him. ഞാനിപ്പോൾ ഈ പഴയ വാർത്തകൾ തപ്പിപ്പോയപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ 2021 ഒരു കട്ടിങ് കിട്ടി. ഇതേ ഛത്തീസ്ഗഡിൽ 4 വൈദികരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് 1968 മതപരിവർത്തന നിരോധന നിയമപ്രകാരം. അന്ന് അത് വാർത്തയേ ആയില്ല, കാരണം ഛത്തീസ്ഗഡിൽ അന്ന് ഭരിച്ചിരുന്നത് കോൺഗ്രസ് സർക്കാരായിരുന്നു. അല്ല, ഈ കത്തോലിക്ക സഭയുടെ പല നാടകങ്ങളുണ്ട്. കോൺഗ്രസ് സർക്കാരാണെങ്കിൽ അവർ മിണ്ടുകയില്ല. വേറൊന്ന്, അവരുടെ സഭയല്ലെങ്കിൽ അവർ മിണ്ടുകയില്ല. ഞാനതാണ് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്,
പ്രത്യേകിച്ച് ഈ 2 സംസ്ഥാനങ്ങൾ. എത്ര കോടതി വിധികളുണ്ടെന്നറിയാമോ ഈ പാതിരിമാർക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ? ഞാൻ തന്നെ പല വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ലാൻഡ് മാർക്കായിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സ് ഇവരുടെ കൺവെർഷനെതിരെയൊക്കെ. കത്തോലിക്ക സഭ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. കാര്യം എന്താണെന്നറിയാമോ? അവർ കത്തോലിക്ക സഭക്കാരല്ല. ഞാനതാ പറഞ്ഞു, കളമശ്ശേരി സ്ഫോടന കേസിൽ ന്യൂനപക്ഷമല്ലേ, ക്രിസ്ത്യാനിയല്ലേ മരിച്ചുപോയത്? എവിടെ പോയി ആ കേസ്? ന്യൂനപക്ഷങ്ങൾക്ക് ഈ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. കാര്യം എന്താ? കത്തോലിക്ക സഭയുടെ ആൾക്കാരല്ല. കത്തോലിക്ക സഭയുടെ ആരെങ്കിലും തുറിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ മൊത്തം ബഹളമാകും. ചേട്ടൻ കണ്ടോ? ബാക്കിയുള്ള ക്രിസ്ത്യാനികളെ വെട്ടിക്കൊന്ന് കുഴിച്ചു മുഴി കഴിഞ്ഞാലും മിണ്ടൂല, ആരും ഒന്നും മിണ്ടില്ല. ചേട്ടൻ കണ്ടോന്ന് എനിക്കൊരു സംശയം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഉണ്ട്. നമ്മുടെ ആൻ്റണി MP ഭാര്യ പ്രസംഗിക്കുകയാണ്. ഒരു സുവിശേഷ കൂട്ടായ്മയാണ്. ഈശോ അപ്പച്ചൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ലോകത്തെല്ലായിടത്തും പോയി ആളുകളെ ക്രിസ്തു മതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് നമ്മളോട് ഈശോ അപ്പച്ചൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇന്ത്യയുടെ സാഹചര്യത്തിൽ അത് നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെന്നാണ് പറയുന്നത്. സത്യമല്ലേ? അവരുടെ നോട്ടത്തിൽ സത്യമല്ലേ? എനിക്ക് ലോകത്തിലെ എല്ലാവരെയും കൊല്ലാനുള്ള അവകാശമുണ്ടെന്ന് എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് ഇവർ സമ്മതിക്കുന്നില്ല. പോക്കൃത്തരം പോലീസൊക്കെ നിന്നിട്ട് കൊല്ലാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഇതെന്ത് തമ്മടിത്തരാണ്? എൻ്റെ ദൈവമല്ലേ എന്നോട് പറഞ്ഞു എല്ലാവരെയും കൊല്ലാൻ. ഈ ന്യായമാണ് അവർ പറയുന്നത്. വി ഹാവ് എ റൈറ്റ് ടു കൺവേർട്ട്. ഞങ്ങൾക്കാണ് അതിനുള്ള അവകാശം. ഇതൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചെറുപ്പം മുതൽ ഇതെല്ലാം ഓതിയും പിടിച്ചും പറഞ്ഞും ഇങ്ങനെ ഇവരുടെയൊക്കെ മനസ്സിൽ ഇത് കുത്തിക്കയറ്റി വെച്ചിരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീഡിയോകളുടെ താഴെ വന്നിട്ട് സംഘടിതമായി, ഇതിനു മുമ്പ് സുഡാപ്പികളുടെ ആയിരുന്നു ആക്രമണം എങ്കിൽ ക്രൈസ്തവ സഹോദരന്മാരായ ചില ആളുകൾ ഇതിൻ്റെ വസ്തുതകളൊന്നും മനസ്സിലാക്കാതെ അന്ധമായി വന്ന് ന്യായീകരിച്ച് നമ്മളെ വല്ലാതെ ചീത്ത പറയുന്നുണ്ട്. ചെറു ന്യൂനപക്ഷമാണ് അതൊക്കെ. ഈ എപ്പോഴും ഉണ്ടല്ലോ വോസിഫറസ് ആയിട്ടുള്ള ആളുകൾ, വളരെ സ്ട്രോങ് സ്റ്റാൻഡൊക്കെ എടുക്കുന്നവർ, അവരാണ് എഴുതാനും പിടിക്കാനും ഒക്കെ പോകുന്നത്. ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾക്കൊന്നും ഇതൊരു വിഷയമല്ല. അവർക്ക് നന്നായിട്ടിതറിയാം ഇതുപോലത്തെ തെമ്മാടിത്തരമൊക്കെ സഭ കാണിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ലോഹയിട്ട അച്ഛനെ പള്ളിയിൽ കയറി തല്ലിയിട്ടുണ്ട് കേരളത്തിൽ അടുത്ത കാലത്ത്. അച്ഛന്മാർ തമ്മിൽ തല്ലിയിട്ടുണ്ട്. അൽമായർ അച്ഛനെ തല്ലിയിട്ടുണ്ട്. കുഴിച്ചിടാൻ കൊണ്ടുപോകുന്ന ശവം ഇവിടെയാണത്, നമ്മുടെ ആലുവ ഭാഗത്ത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിത്തള്ളുമായിട്ട് ശവപ്പെട്ടിയിൽ നിന്ന് തെറിച്ച് താഴെ പോയിട്ടുണ്ട്. സഭയ്ക്ക് ഉണ്ടായില്ല. അല്ല, മറ്റൊന്ന് കേട്ടില്ലേ, ഒരു പ്രശസ്തനായ വൈദികൻ അവിഹിത ഗർഭം ഉണ്ടാക്കിയിട്ട് മറ്റൊരാളുടെ തലയിൽ വെക്കാൻ ശ്രമിച്ചത്? അങ്ങനെ എന്തെല്ലാം. പോക്സോ കേസിൽപ്പെട്ട വൈദികൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്ന വഴി പോലീസ് പൊക്കിയിട്ടുണ്ട്. അപ്പോഴൊന്നും സഭയ്ക്ക് യാതൊരു കുഴപ്പമില്ല. വടക്കേ ഇന്ത്യൻ സംസ്ഥാനത്തായിരുന്നെങ്കിൽ വലിയ വാർത്തയായിരുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനത്താണെങ്കിലും അയ്യോ വലിയ സംഗതിയായിരുന്നു. അപ്പോൾ പിണറായി പോലീസ് ഇപ്പോൾ തൃശ്ശൂർ ഇതിൽ നടത്തിയ അറസ്റ്റ്, ഈ കുട്ടികളെ ഏറ്റുവാങ്ങാൻ വന്നവർ പോയി മിണ്ടില്ല. ശരിക്കും സഭ കൂടെ പ്രതിയായ കേസിലാണ് അറസ്റ്റ് നടന്നത്. ഛത്തീസ്ഗഡിന് തുല്യമായ സമാന ഇഷ്യൂ ആണ്. പക്ഷേ അതിനകത്ത് ഈ മടങ്കാരെ പറഞ്ഞു വിട്ടുവെന്ന് മനോരമ തന്നെ സമ്മതിക്കുന്നുണ്ട്. സത്യത്തിൽ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് അവരും പ്രതിയാക്കേണ്ടതല്ലേ? പ്രതിയാക്കേണ്ടതാണ്. ഇതിപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത് എന്താ? ഈ സുരേഷ് ഗോപി ജയിച്ചു, മോദി 3ാമത് അധികാരത്തിൽ വന്നു. അത് നിങ്ങൾ കാരണമാണ്. കേരളത്തിൽ ആദ്യമായിട്ടൊരു MP ഉണ്ടായത് നിങ്ങൾ കാരണമാണ് അച്ഛോ. അപ്പോൾ അച്ഛനാകെ കുഴപ്പത്തിലായി. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചു. അയാളുടെ ഒരു സ്വർണ്ണക്കിരീടം കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളങ്ങ് മയങ്ങിപ്പോയി അല്ലേ? എല്ലാവരും കൂടെ അയാൾക്ക് അങ്ങ് വോട്ട് ചെയ്തു അല്ലേ? അപ്പോൾ ഇത് തിരിച്ചു ചോദിക്കുന്നില്ല. അതെ, ഞങ്ങളങ്ങ് വോട്ട് ചെയ്തു. എന്താ തനിക്ക് വോട്ട് ചെയ്ത് തരാൻ ഞാൻ വല്ല മുദ്രപത്രത്തിൽ എഴുതി തന്നിരുന്നു, താൻ ആരുവാ എന്ന് ചോദിക്കാൻ ധൈര്യമുള്ള ക്രിസ്ത്യാനികളും ബിഷപ്പുമാരും ഉണ്ട്. അവരങ്ങനെ ചോദിച്ചു. ബട്ട് കൂടുതൽ പേരും ഈ ചോദ്യത്തിൽ ഭയന്നു പോയി. CPI, CPM, കോൺഗ്രസ് ഒക്കെ മോശമായി പോയി. BJPക്ക് ഹിന്ദു വർഗീയവാദിക്ക് വോട്ട് ചെയ്ത് കളഞ്ഞു. കർത്താവ് പൊറുക്കുന്ന കാര്യമാണോ അച്ഛൻ ചെയ്തത്? ഉടനെ അച്ഛൻ നീ കർത്താവ് കുഴപ്പമായില്ല, എന്തെങ്കിലും ഒരു ഇഷ്യൂ കിട്ടാനിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭൂതക്കണ്ണ അഴിച്ചിട്ട് ജാർഖണ്ഡിൽ 2 കന്യാസ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഛത്തീസ്ഗഡ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ വലിയ ബഹളം തുടങ്ങി. ജാർഖണ്ഡിൽ ബഹളമില്ല, അവിടെ ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ TV വെച്ച് നോക്കിക്കോ. ജാർഖണ്ഡിലെ സെഷൻസ് കോടതി ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ മുഴുകില്ല. ജാർഖണ്ഡിലെ സെഷൻസ് കോടതിക്ക് മുമ്പിൽ
ബജറംഗ് ദളിൻ്റെ പ്രതിഷേധം, കേരളത്തിലെ രാജ്ഭവന് മുമ്പിൽ കത്തോലിക്ക സഭയുടെ പ്രതിഷേധം. എന്താ കത്തോലിക്ക സഭ ജാർഖണ്ഡിൽ പ്രതിഷേധിക്കാത്തത്? ജാർഖണ്ഡിലെ കോൺഗ്രസ് MLA-മാരെന്താ പ്രതിഷേധിക്കാത്തത്? കോൺഗ്രസിൻ്റെ ജാർഖണ്ഡിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ്റെ ഫേസ്ബുക്ക് പേജ് ചെയ്യാൻ നോക്കി, അദ്ദേഹത്തിൻ്റെ പേജിൽ ഈ സംഭവം ഇല്ല. ഈ സംഭവം ഇല്ല. ഈ സംഭവം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നലെ ഇതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ച് നോക്കി. ഉത്തരേന്ത്യൻ ചാനലുകളൊന്നും കാണുന്നില്ല, ഇംഗ്ലീഷ് ചാനലുകൾ കാണുന്നില്ല, തമിഴ് ചാനലുകൾ കാണുന്നില്ല, കേരളത്തിലെ ചാനൽ മാത്രം. അപ്പോൾ ഞാൻ സർവജ്ഞനായ ജെമിനിയോട് ചോദിച്ചു, വാട്ട് ഈസ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ കോൺട്രവേഴ്സ്യൽ ഛത്തീസ്ഗഡ് കേസ്? ഇയാൾ ഛത്തീസ്ഗഡിലെ ഒരു IPS-കാരൻ്റെ പേരിൽ CBI കേസ് രജിസ്റ്റർ ചെയ്യും. അയാളെ മിനിഞ്ഞാന്ന് അറസ്റ്റ് ചെയ്തു. അയാളുടെ പേരിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ജെമിനി തള്ളി തന്നു. ഇത് അറിഞ്ഞിട്ടില്ല ജെമിനിക്ക് കോൺട്രവേഴ്സ്യൽ കേസേ അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചു, 2 കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തതുമായിട്ടൊരു കോൺട്രവേഴ്സി ഛത്തീസ്ഗഡിലുണ്ടോ? അതിൻ്റെ ഡീറ്റെയിൽസാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ 2 പാരഗ്രാഫ്. ഇങ്ങനെ 2 കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തു, അവർ റിമാൻഡിലാണ്. അതിനെ ചൊല്ലി ദർ ഇസ് എ കോൺട്രവേഴ്സി ഗോയിങ് ഓൺ ഇൻ ദ പൊളിറ്റിക്കൽ സർക്കിൾസ് ഓഫ് കേരള. ഷാൽ ഐ സെർച്ച് ഫർദർ? ഞാൻ പറഞ്ഞു പ്ലീസ് സെർച്ച് ഫർദർ. അപ്പോൾ അത് ഓപ്പോസിഷൻ പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ ശ്രമിച്ചു. അപ്പം സ്പീക്കർ അത് പറ്റില്ല എന്ന് പറഞ്ഞു. കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതാക്കൾ പലരും പ്രതികരിച്ചിട്ടുണ്ട്. തീർന്നു. അയാളുടെ പേരെന്താ, മഹേന്ദ്ര സിംഗോ അങ്ങനെ എന്തോ ഒരു കക്ഷിയാണ്. അയാളുടെ ഒരു 2-2.5 പേജ് വരുന്ന ഡീറ്റെയിലാണ് എനിക്ക് കിട്ടുന്നത്. ദ മോസ്റ്റ് കോൺട്രവേഴ്സ്യൽ കേസ് ഇൻ ഛത്തീസ്ഗഡ്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് കേരളത്തിലെ ലക്ഷ്യം എന്താണെന്നുള്ളത് വളരെ വ്യക്തം. അല്ലേ, അപ്പോൾ അവിടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടുമെന്ന്. ഛത്തീസ്ഗഡിൽ, കേരളത്തിൽ ഈ വിശ്വനാഥ് പാവം 6 ഏക്കറുടെ നെഞ്ചത്തേക്ക് ആർക്കും കയറാം. രാജ്ഭവൻ മാർച്ച് അങ്ങേരെ അപ്പോഴായിരിക്കും അറിയുന്നത് ഇതെന്ത് കൊണ്ടാരും രാവിലെ എൻ്റെ മുറ്റത്തേക്ക്. ഏതായാലും മനോരമ അറിഞ്ഞോ അറിയാതെയോ ഓൺലൈനിലാണെങ്കിലും ഒരു സത്യം പറഞ്ഞു. പിണറായി വിജയനും ഈ മനുഷ്യക്കടത്തിന് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ കന്യാസ്ത്രീകളെ രക്ഷിച്ചു. കാരണം മടത്തിൽ നിന്ന് വരുന്നത് അച്ഛന്മാരല്ലല്ലോ, അല്ലേ? തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നതും കന്യാസ്ത്രീകളായിരുന്നിരിക്കും. അല്ലേ, ഇവർക്ക് ഇതിനൊന്നും ആളെ കിട്ടുന്നത്. ഇതിൻ്റെ പ്രധാന പ്രശ്നം ഇതാണെന്ന്. ദർ ഇസ് എ ലേബർ ക്രൈസിസ് ഇൻ കേരള. ഈ അനാഥാലയത്തിൽ അനാഥരെ കിട്ടുന്നില്ല. അതാണ് കോഴിക്കോട് മുക്കത്തെ അനാഥാലയത്തിലേക്ക് താമസിപ്പിക്കാനാണ് 10-42 പിള്ളേരെ പിടിച്ചുകൊണ്ട് വന്നത്. അല്ലെ, അനാഥാലയം പൂട്ടിപ്പോയാൽ അതിൻ്റെ ഗ്രാൻഡ് നിന്ന് പോകും, അതിൻ്റെ പേരിലുള്ള സംഭാവന നിന്ന് പോകും. ഒരു അനാഥാലയം നടത്തിക്കൊണ്ട് പോകാനുള്ള പാട് സുനിലിനറിയാമോ? സുനിലിന് ഇപ്പോൾ ഈ കേരളത്തിലൊരു എഞ്ചിനീയറിംഗ് കോളേജ് വളരെ പെട്ടെന്ന് സംഘടിപ്പിക്കാം. ഒരു കല്യാണം ഉണ്ടാവും, വാടകയ്ക്ക് എടുക്കുക, 5-8 പൊളിഞ്ഞ കമ്പ്യൂട്ടറും വെച്ചിട്ട് IT ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ ആ കോളേജിൽ. എന്നിട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു അഫിലിയേഷൻ സംഘടിപ്പിച്ച് എഞ്ചിനീയറിംഗ് കോളേജായി. ബട്ട് അനാഥാലയം അങ്ങനെയല്ല. ഒരുപാട് ചട്ടവട്ടങ്ങൾ എൻ്റെ ദൈവം എന്തൊക്കെ പാലിക്കണമെന്നറിയാമോ? അവരുടെ മുറി, അവരുടെ ടോയ്ലറ്റ്, അവരുടെ കളിക്കാനുള്ള സ്ഥലങ്ങൾ, അവർക്ക് കൊടുക്കുന്ന ആഹാരം, അവിടുത്തെ ആയമാർ, ഇതൊക്കെ എല്ലാം ഗവൺമെൻറ് മോണിറ്ററാണ്. ഭയങ്കര മോണിറ്ററിങ്ങാണ്. വലിയ പ്രയാസമാണ് അനാഥാലയം നടത്താൻ. ബട്ട് സ്റ്റിൽ ആൾക്കാർ നടത്തുന്നു. കാരണം ഒരുപാട് സംഭാവന ഇതൊക്കെ കിട്ടും. അപ്പോൾ അത് മോഹിച്ചു അല്ലാതെയും നടത്തുന്നവരുണ്ട്, നിഷ്കാമമായിട്ട് നടത്തുന്നവരുണ്ട്. എല്ലാവരെയും പറയരുതില്ല. അങ്ങനെ നേരിട്ട് എനിക്കറിയാവുന്ന ധാരാളം അനാഥാലയങ്ങളുണ്ട്. പക്ഷേ ഈ അനാഥാലയത്തിൽ പിള്ളേർ വരണ്ടേ? ആകെ 2 പിള്ളേരേ ഉള്ളൂ. അതിനായിട്ട് ഈ സംവിധാനം മുഴുവൻ കൊണ്ടു നടക്കാൻ പറ്റുമോ? അപ്പോൾ എവിടെ നിന്നെങ്കിലും പിള്ളേരെ കിട്ടണം. അനാഥാലയത്തിൽ പിള്ളേർ വേണമല്ലോ ചേട്ടാ, ഇവിടെയെങ്കിലും കിട്ടാനില്ല. എന്നാൽ നമുക്ക് പഴനിയിലൊന്ന് പോയി നോക്കിയാലോ? അവിടെ ആ മലയടി വാരത്തിൽ കുറേ പിള്ളേർ അവിടെ എത്തേണ്ടി നടക്കുന്ന കാണാം. ഇനി പെറുക്കി എടുത്തുകൊണ്ട് വന്നാലോ? ശരി, പോയി പെറുക്കി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അതാണ് മനുഷ്യക്കടത്ത്. അത് ഒഫൻസാണ്. ഇത് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഞാൻ വഴിയെ പോകുന്ന പിള്ളേർക്ക് ചോറ് കൊടുക്കാനുള്ള, അങ്ങനെ വഴിയെ പോകുന്ന പിള്ളേർക്ക് ചോറ് കൊടുക്കാൻ അതിനൊരു സംവിധാനമുണ്ട്. അതുവഴി അത് ചെയ്യണം. സിസ്റ്റം വഴി പോകണം. സിസ്റ്റം ആണെങ്കിൽ തകർന്ന് കിടക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.